What is up guys, welcome to a brand new video, and on this episode, well guys, we are truly in the time of RAM apocalypse. റാംസ് നോർമൽ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റാത്തൊരു സമയം നമ്മൾ എത്തുന്നില്ല വിചാരിച്ചു, പക്ഷേ ഹോൾഡിങ് എത്തി ഗൈസ്. സോ നോർമൽ DDR4 റാംസിൻ്റെ പ്രൈസ് 309% ആണ് കഴിഞ്ഞ 2 ആഴ്ച കൂടിയത്. സോ എവറിത്തിങ് സൂപ്പർ എക്സ്പെൻസീവ്. റാമിൻ്റെ പ്രൈസ് കൂടി, SD-യുടെ പ്രൈസ് കൂടി, ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇപ്പോൾ ഇതാ NVIDIA AMD പറഞ്ഞിരിക്കുന്നു നമ്മൾ ഗ്രാഫിക് കാർഡിൻ്റെ വില കൂട്ടാൻ പോവാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ആ ഫ്ലോ വിളിച്ച് പ്രോസസ്സിൻ്റെ വില കൂടും. സോ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, സ്പെഷ്യലി PC ഇൻഡസ്ട്രിയിലെ കൺസ്യൂമർ ഹാർഡ്വെയറിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുന്നൊരു സമയത്താണ് ലിവിങ് ത്രൂ. ആൻഡ് ഇതൊക്കെ തീരുന്നു വെച്ചാൽ ഇപ്പോൾ ഒന്നും തീരാൻ പോകുന്നില്ല. 2027 എൻ്റെ ആവാം എന്തെങ്കിലും പ്രൈസ് ഡിഫറൻസ് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു ഡാർക്ക് ടൈമിനകത്ത് നമുക്കൊരു PC ബിൽഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഒത്തിരി ബഡ്ജറ്റ് ഭയങ്കരമായിട്ടും കൊല്ലാതെ ഒരു നല്ല PC ബിൽഡ് ചെയ്യണം. സോ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഭയങ്കര ചീപ്പ് PC അല്ല, നല്ല ഒരു കേപ്പബിൾ PC നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം. ഗെയിം ചെയ്യാൻ പറ്റുന്ന, സ്ട്രീം ചെയ്യാൻ പറ്റുന്ന, എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന PC നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം എങ്കിൽ, സ്പെഷ്യലി ഇതിൻ്റെ ഒരു എസ്പയറിംഗ് ഗെയിമറും കണ്ടൻറ്റേറ്ററും ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന PC ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ എത്ര പ്രൈസ് സ്പെൻഡ് ചെയ്യണം ഫോർ PC. റിമെമ്പർ, ഞാൻ എപ്പോൾ പ്രൈസ് പറഞ്ഞാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലി 1 to 2 weeks കഴിയുമ്പോൾ പ്രൈസ് മാറാം. എന്നാലും ഇപ്പോൾ ഈ വീഡിയോ കാണുമെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഒത്തിരി കൊല്ലാത്ത രീതി എങ്ങനെ ഒരു PC ബിൽഡ് ചെയ്യാം എന്നാണ് is what I tell you in this video, where നമുക്ക് ഒരുമിച്ചൊരു PC spec സെറ്റ് ചെയ്യാം. So what I call the best gaming and streaming setup for 2026. And in the pricing really, we'll go with Amazon prices, mainly because Amazon's പ്രൈസിനേക്കാളും എപ്പോഴും കുറവ് ഈക്വലും ആയിരിക്കും ഇൻ സ്റ്റോർ പ്രൈസ്. നമ്മുടെ സ്റ്റോറായിക്കോട്ടെ ഈ സ്റ്റോറായാലും എപ്പോഴും ഒന്ന് ആമസോണിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ ആമസോണിൽ ഈക്വൽ ആയിരിക്കും അവരുടെ പ്രൈസ്. സോ നമുക്ക് ആമസോൺ പ്രൈസസ് ഒരു ബേസ് ലൈൻ ആയിട്ട് വെച്ചിട്ട് സോ അത് വെച്ച് നമുക്ക് PC സ്പെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രോസർ, ഇപ്പോഴത്തെ നമ്മുടെ പ്രോസർ ഓഫ് ചോയ്സ് ഈസ് ഗോയിങ് ബൈ ദ Ryzen 5 5600X. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 13,249 rupees ആണ്. കറൻ്റ്ലി അണ്ടർ 15,000 rupeesനകത്തെ ദി ബെസ്റ്റ് പ്രോസസ്സാണ്. i5 12th ജെന്നേക്കാൾ ഒരു 10% പെർഫോമൻസ് ലീപ്പ് ഉണ്ട് ഇതിന്. ഓൾസോ ഇത് PC Gen 4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ AMD പ്രൈസ് കൂട്ടുന്നതിന് മുമ്പ് ഈ പ്രോസസ്സർ നിങ്ങൾ വാങ്ങിച്ചോളൂ, ബിക്കോസ് ഇൻറ്റൽ പ്രോസസ്സിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടി. ഇതുമായിട്ട് കമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ i5 12th Gen ആയിരുന്നു. ആൻഡ് i5 12th Genൻ്റെ പ്രൈസ് വന്നിട്ട് ഇപ്പോൾ ഇറ്റ് ഇസ് ഓൾ ദ വേ അപ് ടു 16,500 വരെ എൻ്റെ പ്രൈസ് കൂടി, വിച്ച് ഇസ് വൈൽഡ്. ഓക്കെ, ആ 16,500-നേക്കാളും 10 to 15% പെർഫോമൻസ് കൂടുതലാണ് ഈ പ്രോസറിന് നമ്മുടെ Ryzen 5600X. സോ AMD പ്രൈസ് കൂടുന്നതിന് മുമ്പ് തന്നെ വാങ്ങിച്ചോളൂ. ആൻഡ് ഓൾസോ നിങ്ങൾ ആമസോണിൽ നിന്നാണ് വാങ്ങാൻ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ നമ്മുടെ കാർഡിലേക്ക് ആഡ് ചെയ്യാം. സോ വി ഹാവ് Ryzen 5600X ഫോർ എ പ്രോസസ്. ഇനി മദർബോർഡിന് വേണ്ടി നമുക്കൊരു B550 വൈഫൈ ബോർഡാണ് ചൂസ് ചെയ്യാം. വൈ എം സെയിങ് വൈഫൈ ഇസ് നമ്മൾ 2026 പോകുമ്പോഴത്തേക്ക് വൈഫൈ ഗ്രൂപ്പ് എല്ലാ പേഴ്സൺ മാൻഡറി ആണ്. ഓക്കെ, ബിക്കോസ് എല്ലാവർക്കും വൈഫൈ വേണം. മിക്കവാറും റൂം പ്രോബ്ലം നിങ്ങളുടെ വൈഫൈ റൗട്ടറിൽ അതിൻ്റെ അടുത്ത് അറിയുന്നത്. നിങ്ങളുടെ റൂം ചിലപ്പോൾ പോയിട്ട് അപ്സ്റ്റേഴ്സോ അല്ലെങ്കിൽ കുറച്ച് അടുത്തുള്ള റൂമായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ലാൻ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഐ പേഴ്സണലി തിങ്ക് നല്ല വൈഫൈ ബ്ലൂടൂത്തും ഒരു മാൻഡറി ഫംഗ്ഷൻ ആണെന്ന്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വിൽ ഗോ വിത്ത് MSIയുടെ B550M Pro VDH Wi-Fi. ഇതാണ് കൈൻഡ് ഓഫ് ഒരു നല്ല ഓപ്ഷൻ. ഇതിൻ്റെ പ്രൈസ് അണ്ടർ 11,000 ആണ് ഇപ്പോൾ. 500X നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നല്ല VRMs ഒക്കെ ഒരു മദർബോർഡാണ് MSIയുടെ B550M Pro VDH Wi-Fi. ആൻഡ് ഓൾസോ ഒരു എക്സ്ട്രാ അഡീഷണൽ ഫീച്ചർ പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു Type C ഹെഡർ ഉണ്ട്. സോ നിങ്ങളുടെ കേസിനകത്ത് ഒരു Type C പോർട്ട് ഉണ്ടെങ്കിൽ ആ പോർട്ടിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 2 NVMe സ്ലോട്ട്സ് ഉണ്ട്, 4 റാം സ്ലോട്ട്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് നല്ല റാം വാങ്ങാനുള്ള ബഡ്ജറ്റോ ഫണ്ടോ ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷേ എന്ത് നോക്കി വന്നാലും 4 റാം സ്ലോട്ട്സ് ഉണ്ട്. സോ ഇതെല്ലാം പറ്റുന്ന ഒരു പക്ക ഡീസൻറ്റ് ബോർഡാണ്, കോസ്റ്റ്ലി ലെവൽ ബോർഡാണ് B550M Pro VDH Wi-Fi ഫ്രം MSI. നമുക്ക് അത് കാർഡിൽ ആഡ് ചെയ്യാം. സോ MSIയുടെ ബോർഡ് തന്നെ പറയുമ്പോൾ ഒരു ബോർഡും ഉണ്ടായിരുന്ന കേസ് നമ്മുടെ പ്രൈസ് സേവ് ചെയ്യാൻ പറ്റുന്ന നല്ല ബോർഡായിരുന്നു. അതൊരു ആസ്ട്രോക്കിൻ്റെ B550M Wi-Fi SE എന്ന് പറഞ്ഞ ബോർഡായിരുന്നു. ആൻഡ് ഈ ബോർഡിൻ്റെ പ്രൈസ് മുതൽ 9,561 ഉള്ളതോ. സോ നമുക്ക് റഫ്ലി 1,000 rupees സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ സേവ് ചെയ്യേണ്ട എന്ന് ഞാൻ പറയാൻ കാര്യം ഇസ് ബിക്കോസ് ആസ്ട്രോക്കിൻ്റെ സർവീസ് സെറ്റേഴ്സ് കറൻ്റ് കേരളത്തിൽ വളരെ 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 ഷോർട്ടേജ്. there were times where നമ്മൾ ക്ലയൻസിന് ബോർഡ് കൊടുത്തിട്ട് 6 മാസമൊക്കെ ആയിട്ട് സർവീസ് കിട്ടിയിട്ടില്ലാത്ത കേസ് വന്നിട്ടുണ്ട്. ആസ്ട്രോക്ക് നല്ല കമ്പനിയാണ്, ഇൻ്റർനാഷണലി ആസ്ട്രോക്ക് അടിപൊളിയാണ്. പക്ഷേ കറൻ്റ് കേരളത്തിനകത്ത് ആസ്ട്രോക്കിൻ്റെ സീൻസ് ആർ വെരി വെരി ഷോക്ക് വൈസ് മേജർ ഷോക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഈ എക്സ്ട്രീം മോഡൽ ലേസ് കാരണം നല്ല ബോർഡായ പോലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് അവരുടെ സർവീസസ് ഓണസ്റ്റ്ലി. സോ അടുത്താണ് സ്റ്റാർ ഓഫ് ദ ഷോ. നിങ്ങൾക്ക് റാം വേണം. ആൻഡ് ഇവിടെ 32 GB വെക്കണമെന്ന് ആഗ്രഹമാണെങ്കിൽ ബഡ്ജറ്റ് ചെയ്യുക. അത് നമുക്ക് ബി ഗോ വിത്ത് 16GB DDR4 RAM. 16GB DDR4 റാമിൻ്റെ പ്രൈസാണ് ഭയങ്കര ബൊമ്മി. കാര്യം നമ്മൾ ആമസോണിൽ കയറി തപ്പുവാണെങ്കിലും ഫസ്റ്റ് കാണാൻ നിൽക്കുന്നുണ്ടാവും. ഒന്നും നമ്മുടെ പ്രോപ്പർ ഗെയിമിംഗ് റാംസ് ഒന്നും കാണാനില്ല. ആൻഡ് ബാക്കിയുള്ള റാംസ് ഒന്നും ബൈനവില്ല. എല്ലാം മറ്റേ സി ഓപ്ഷൻസും ബൈനവ് കാണിക്കുന്ന റാംസ് എല്ലാം
ഹീറ്റിങ്ങൊന്നും ഇല്ലാത്ത ചാർജർ റാമോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് റാമോ ആണ്. സോ റാം അങ്ങനെയുള്ള സമയത്ത് 16 GB സ്ട്രെയിറ്റ് തപ്പിയാൽ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് 8 GB DDR4 എന്ന് തപ്പിയിട്ട് അത് 2 സ്റ്റിക്ക് ഇടാം. അതുകൊണ്ട് 2 ഉപയോഗം റേസ് ഡ്യൂൽ ചാനലിൽ കിട്ടും. 8 GB DDR4 എന്നൊക്കെ ഉള്ളത് കോർസെയറാണ്. ബട്ട് കോർസെയറിൻ്റെ പ്രൈസ് മൈ ഗോഡ് ഗേസ്, കോർസെയറും സ്റ്റോക്ക് ഔട്ടാണ്. ബേസിക്കലി ആർക്ക് റാം വാങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. ഓക്കെ, കോർസെയറിൻ്റെ 2400 MHz ഫോർ റൈസൺ ഇസ് കൈൻഡ് ഓഫ് എൻ അനീതേസ്. 1200 മെമ്മറി റീസൺ ഇല്ലാതെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ചിലപ്പം ഇതൊന്ന് ഓപ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഈ റാമിന് 6665 റുപ്പീസാണ് കോർസെയറിൻ്റെ ബെഞ്ചിൻസ് 2400 MHz. അത് സമയം വേസ് അതിൻ്റെ 2 ക്വാണ്ടിറ്റി എടുത്ത് നമുക്ക് ആഡ് ചെയ്യാം. കാര്യം പിന്നെ 1 ഇയർ എക്സ്ട്രാ. എന്തിനാണ് ഈ 1 ഇയർ എക്സ്ട്രാ വാറണ്ടി? ആമസോൺ റാം ഓൾറെഡി 10 വർഷം വാറണ്ടി ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോർസെയറിൻ്റെ റാപ്പായി. CPU, motherboard, RAM. അടുത്തായി ഗ്രാഫിക്സ് കാർഡ്. ഗ്രാഫിക് കാർഡ് വേണ്ടി എൻ്റെ ചോയ്സ് ഇസ് RX 7600 മോഡൽ എന്നാണ്. കറൻലി അണ്ടർ 25,000 റുപ്പീസിനകത്ത് ഏറ്റവും ഓവർലുക്ഡായിട്ടുള്ളതും ഏറ്റവും പെർഫോമൻസ് കൂടിയതാണ് ഒന്നാണ്. മിക്കവരും ബജറ്റ് ബിൽഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോകുന്നത് RTX 3050 6GB പ്രശ്നം എന്ന് വെച്ചാൽ അത് 6GB RAM ഉള്ളത് ഹെവിലി അണ്ടർപവർഡാണ്. യെസ്, ആ കാർഡിന് 70,500 റുപ്പീസേ ഉള്ളൂ. ഐ അണ്ടർസ്റ്റാൻഡ്. എന്നാൽ പോലും കുറച്ചുകൂടെ പ്രൈസ് റേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ RTX 4060 സിമിലർ പെർഫോമൻസ് ഉള്ള റേ ട്രേസിംഗ് ഉള്ള മൾട്ടി ഫ്രെയിം ജനറേഷൻ ഉള്ള AMD ഏറ്റവും പുതിയ ഫീച്ചറായി AMD റെഡ്സ്റ്റോൺ M3 ഈ ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്ന ഒരു വളരെ പീസ്ഫുൾ കാർഡാണ് ഈ RX 7600. AMDയുടെ വളരെ ശോകമായ മാർക്കറ്റിങ്ങും AMDയുടെ വളരെ ശോകമായ കാരെ അവെയർ ആക്കാനുള്ള മെഷേഴ്സും കാരണം ലോഡ് പീപ്പിൾ ഡു നോട്ട് നോ ഈ കാർഡ് ഒരു ഓപ്ഷൻ ആണെന്ന്. സോ ഈ പ്രൈസ് റേഞ്ചിൽ 4060 പെർഫോമൻസ് കിട്ടുന്ന വളരെ അടിപൊളി കാർഡാണ് RX 7600. ഇത് നമ്മുടെ ലെജൻഡറി RX 0000 സക്സസറാണ്. സോ പിക്ക് ദിസ് കാർഡ് ഈ ബഡ്ജറ്റിനകത്ത്. ആൻഡ് മെയിൻലി ആൾക്കാർ AMD കാർഡ് എടുക്കുമ്പോൾ അപ്പോൾ ഉള്ള ഒരു വലിയ ഡൗട്ടാണ്, ബ്രോ ഈ കാർഡ് സ്ട്രീം ചെയ്യാൻ പറ്റുമോ എന്ന്. ഈ കാർഡിനകത്ത് നേറ്റീവായിട്ട് STOR 264 265 എൻകോഡേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് സ്ട്രീമിംഗ് ലോക്ക് ഈസിലി ആയിട്ട് ഹാൻഡിൽ ചെയ്യുമോ. സോ യെസ്, ഈ കാർഡ് വളരെ ഈസിയായിട്ട് സ്ട്രീം ചെയ്യാൻ പറ്റും. സോ സ്ട്രീം ചെയ്യാൻ പറ്റുന്നത്, ഗെയിം ചെയ്യാൻ പറ്റുന്നത് AMD സോളോ പോലുള്ള സോഫ്റ്റ്വെയർസാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കാർഡാണ് ഈ RX 7600. സോ നമ്മുടെ ഗ്രാഫിക് കാർഡ് അതാണ്. സോ ടു നോട്ട് സ്ലീപ്പ് ഓൺ ദിസ് കാർഡ്. ദിസ് കാർഡ് ഇസ് ആബ്സല്യൂട്ട്ലി അമേസിംഗ്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക് കാർഡായി. ഇനി പവർ സപ്ലൈ. ഈ ബില്ല് പവർ ചെയ്യാൻ വേണ്ടി നമുക്ക് 650 watt ബ്രോഡ് സൈഡ് പവർ സപ്ലൈ എടുക്കാം. നമുക്ക് MSI പോലത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കുറച്ച് സ്കെച്ച് അല്ലെങ്കിൽ സ്റ്റുഡിയോ ബ്രാഞ്ചിൽ ഭയങ്കര വില കുറച്ചുമുണ്ട്. സോ നമുക്ക് പ്രൈസ് ഒന്ന് ആഞ്ഞ് പിടിക്കണമെങ്കിൽ ഒരു കൈൻഡ് സേവ് ഓപ്ഷൻസ് ആൻറ്റി സ്പോർട്സ് കേസ്. സോ ആൻറ്റി സ്പോർട്സ് ഈ ഇടയ്ക്ക് കുറേ നല്ല പ്രോസസ്സർ എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല പ്രോസസ്സർ എന്ന് പറയുന്നതാണ്. അവരുടെ 650 watt ബ്രോഡ് സൈഡ് പവർ സപ്ലൈ ഉണ്ട്. ഓക്കെ, ഇത് പെട്ടെന്ന് പൊടിയൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് PC അത്യാവശ്യം നല്ല സപ്പോർട്ട്, അത്യാവശ്യം നല്ലപോലെ നമ്മുടെ PC ലോഡ് മെയിൻറ്റെയിൻ ചെയ്തോളൂ. സോ ഇവിടെ നമുക്ക് 650 watt ബ്രോഡ് സൈഡ് പവർ സപ്ലൈ എടുക്കാം. ആൻഡ് ദ ഷുഡ് ബി ഇനഫ് ഫോർ അവർ ബിൽഡ്. ഇത് ഭയങ്കര ക്വാളിറ്റി കൂടിയ പവർ സപ്ലൈ അല്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോളും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ ഒരു 1500 കൂട്ടാൻ പറ്റുമെങ്കിൽ MSI എടുക്കുക. അല്ലെങ്കിൽ ബഡ്ജറ്റ് ടൈറ്റ് ആണെങ്കിൽ ആൻറ്റി സ്പോർട്സ് ധൈര്യമായിട്ട് എടുക്കാം. പെട്ടെന്ന് ഇംഗ്ലീഷ് ഒന്നും പറ്റത്തില്ല. ഓക്കെ, സോ ഡോണ്ട് വറി, ഇറ്റ് ഇസ് പ്യൂർലി സേഫ്. ക്യാബിനറ്റിന് നമുക്ക് കേസ് ഓപ്ഷൻ കുറഞ്ഞു നമ്മുടെ കേസ്. സോ 5000 റുപ്പീസിലേക്കൊക്കെ പോകണമെന്നില്ല. ഈ 4289 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു അടിപൊളി കേസാണ്. കാരണം ടോപ്പ് 360 റാഡ് സപ്പോർട്ട് ഉള്ള ഒരു അടിപൊളി കേസാണിത്. കേസിൻ്റെ കേസിൽ നമുക്ക് 2-3 കാര്യങ്ങൾ തപ്പിടും കേസ്. ഓക്കെ, സോ VMDയുടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ആൻഡ് കുറച്ചിൻ്റെ കുറച്ച് ഓപ്ഷനുകൾ അവിടെ. സോ ഇതൊക്കെ പീസ്ഫുൾ കേസാണ് കേസ്. ഇത് അത്യാവശ്യം നൈസാണ്. ഇത് കുളമാസിൻ്റെ ഒരു ഹൈപ്പർ കുളമാസിൻ്റെ 511 എന്ന കേസിൻ്റെ ഒരു പ്രൂഫാണ്. സോ ഇതും നൈസാണ്. എല്ലാവർക്കും ഈ കേസ് ഭയങ്കര ഇഷ്ടമാണ്. ആൻറ്റി സ്പോർട്ടിൻ്റെ Z2 പ്രോബ്ലം നല്ല കേസാണ്. പക്ഷേ എൻ്റെ റൈറ്റിലെ 2 ഫാൻസും ഇൻടേക്ക് എല്ലാവരും കൊടുത്തേക്കുന്നത്. സോ എയർ ഫ്ലോയുടെ കേസിൽ ഒരു കുറച്ച് സ്കിപ്പ് ചെയ്യാതെ കേസ് ചെയ്തിട്ടുണ്ട് കേസ്. അവിടെ എനിക്ക് പേഴ്സണലി കേസിന് 3500 റുപ്പീസേ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളൂ ഈ ഒരു ബിൽഡിനകത്ത്. സോ ലെറ്റ്സ് സീ. നമ്മൾ ഒന്നുകൂടെ തപ്പി കീമി കേസ് അണ്ടർ 4000 എഴുതി പറഞ്ഞതോടെ ഐ തിങ്ക് Z2ൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഐ വുഡ് നോട്ട് റെക്കമെൻഡ് ദ കേസ്. അതിൻ്റെ ഇട്ടേക്ക് പത്ര സുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷനിലേക്ക് പോകും. ഇങ്ങനെയുള്ള കേസിനകത്ത് ഇങ്ങനെ പ്രൈസിങ് സംതിങ് വരുമ്പോൾ എപ്പോഴും ഓറുള്ളൊരു ബഡ്ജറ്റ് കേസാണ് ഓറൽ വീക്കിനെ. ഓക്കെ, ഗെയിം കേസ് ഓറൽ വീസിന് 3000 എന്ന തല്ലിയിലുള്ള. സോ ഇതിൻ്റെ പ്രൈസിങ് ഭയങ്കര ചില്ലാണല്ലോ. ആൻഡ് ഓൾസോ ഇതിൻ്റെ കൂടുതൽ ഈ സൈഡിൽ എക്സ്ട്രാ ഫാൻസ് ഇല്ല. ഈ സൈഡ് താഴെ വരുന്ന ഫാൻസ് പ്രോപ്പർ ഇൻടേക്ക് ആയിട്ട് വർക്ക് ചെയ്യും. ആൻഡ് ഫ്രണ്ട് സൈഡിൽ ഗ്ലാസ്സുള്ള നിങ്ങളുടെ ആ ഫിഷ് ടാങ്ക് ഇസ്തറ്റിക് കിട്ടും. എന്നാൽ പീസ്ഫുൾ ആയിട്ടൊരു കേസാണ്. സോ ഇത് ഒരു നല്ല ഓപ്ഷനാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ ഈ കേസ് പിക്ക് ചെയ്യുക. ഓക്കെ, 2000 ഇത്രയേ ഉള്ളൂ. പ്രൈസ് ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫണ്ട്സ് പുഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ
ആൻറ്റിക്കിൻ്റെ കുറച്ച് നല്ല കേസ് ഉണ്ട്. ഓറബിൾ തന്നെ ആൻറ്റിക്കിന് ഇങ്ങനെ കുറച്ച് നല്ല കേസ് ഉണ്ട്. 3000 പേജ് നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദീസ് ആർ ഓൾസോ വെരി ഗുഡ് കേസസ്. സോ നമുക്കിവിടെ ബഡ്ജറ്റ് ഒരു വിഷയമായതുകൊണ്ട് PC കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി വിൽ ഗോ ഫോർ GC9. ഓക്കെ, അപ്പോൾ ഒന്ന് ഞാൻ ഫുൾ കാർട്ടിൽ നോക്കട്ടെ. എല്ലാം കൊണ്ടുവന്ന് വല്ല ഡിസൈൻ കൊണ്ടുവന്ന് വി ഗോട്ട് പ്രോസറായി, മദർ ബോർഡായി, റാമായി, ഗ്രാഫിക് കാർഡായി, പോർട്ടബിളായി, ക്യാബിനറ്റായി, SSD പറഞ്ഞു കേസ്. SSD മാത്രമേ 5 SSD നമുക്കൊരു 1 TB വേണം. കാര്യം ഇപ്പോഴത്തെ ഗെയിംസിൻ്റെ സൈസൊക്കെ ഭയങ്കര വലുതാണ്, പക്ഷേ SSDയുടെ പ്രൈസും അതേപോലെ വലുതാണ്. 1 TBക്ക് നമുക്ക് 5 GBക്ക് 7,000 rupees നിൽക്കുന്നതല്ല. സോ ഇപ്പോൾ പ്രൈസ് ഇങ്ങനെ കൂടിയ സമയത്ത് നമുക്ക് SSDs എല്ലാം 1 TBയുടെ SSDs എല്ലാം 10,000 rupees കഴിക്കും. നമുക്ക് ഇപ്പോൾ കൈൻഡ് ഓഫ് ഓക്കെ ആയിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് SSDs WD Green ആണ്. WD Green 10,599 വരുന്നത്. അഗൈൻ 6,000 rupees അടിയിൽ കിടന്ന SD ആണിത്. WD Green എന്ന് പറഞ്ഞ WDയുടെ ബജറ്റ് സീരീസ് ആണ്. ഓക്കെ, സോ അത് 6,000 അല്ലെങ്കിൽ ഈസി ആയിട്ട് SD ആണ്. ഇപ്പോൾ 10,599 ആവുന്നത്. അപ്പോൾ ഈ പ്രൈസ് തരുന്നതിന് വാച്ച് പ്രൈസ് ഉമ്മേ. അപ്പോൾ ഇത്രയും കൂടെ ആയപ്പോഴത്തേക്ക് പ്രൈസ് കംസ് ടു 77,811 rupees ആണ് വന്നത് കേസ്. സോ 80,000 അടിയിൽ ഒരു കംപ്ലീറ്റ് ട്രിപ്പിൾ എ ഗെയിമിംഗ് സെറ്റപ്പ് ഉണ്ട്. ഈവൻ 2K ഗെയിംസ് പുഷ് ചെയ്യാൻ പറ്റും. അതിൽ വിത്ത് ഫ്രെയിം ജനറേഷൻ, വിത്ത് FSR ഉണ്ട്. സോ NVIDIA കാർഡിൻ്റെ ഡീലേഴ്സ് ഉള്ള പോലെയാണ് AMD കാർഡ്സിനകത്ത് FSR. ലോട്ട് ഓഫ് പീപ്പിൾ AMD കാർഡ്സിനെ പറ്റത്തില്ലെന്ന്, പക്ഷേ AMD കാർഡ്സിനെ പറ്റും. സോ അങ്ങനെ ഒരു ബിൽഡാണ് ദിസ് വൺ, Ryzen 5000X. പിന്നെ AMD RX 770 പറ്റുന്ന ഒരു പക്ക സോളിഡ് ഗെയിമിംഗ് ആൻഡ് സ്ട്രീമിംഗ് റെഡി ബിൽഡ്. സോ ഗൈസ്, സോ 80,000 അടിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ആബ്സല്യൂട്ട് ബെസ്റ്റ് ഗെയിമിംഗ് ബിൽഡ്സ് ആണിത്. ഗെയിം ചെയ്യാൻ പറ്റുന്ന, സ്ട്രീം ചെയ്യാൻ പറ്റുന്ന, എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ബോക്സും ഈസി ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ബിൽഡാണിത്. Ryzen 5000X AMD RX 7600 ഗ്രാഫിക് കാർഡും പെയർ ചെയ്യുന്നത്. ഇതൊക്കെ വെരി സീക്രട്ട് സോഴ്സ്. ലോട്ട് ഓഫ് പീപ്പിൾ ഈ കാർഡിനെ പറ്റി അറിയാത്തതാണ് വലിയ ബിഗസ്റ്റ് റീസൺ ആൾക്കാർ ഇതിങ്ങനെ ഒരു കോംബോ കൺസിഡർ ചെയ്യാത്തത്. കാര്യം നിങ്ങൾ ഈ കാർഡിനെ പറ്റി അറിഞ്ഞെങ്കിൽ യു വിൽ റിയലി നോ ഹൗ പവർഫുൾ ഇറ്റ് ഇസ്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് വാൽവ് പുതുതായിട്ട് ഇറങ്ങുന്ന സ്റ്റീം മെഷീനകത്തും അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സെയിം കാർഡിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ഡൈ ആണ്. സോ വാൽവ് സ്റ്റീം മെഷീൻ ഇറക്കുമ്പോഴത്തേക്കാർ പറയുന്നത് സ്റ്റീമിൻ്റെ 99.98 ഹൈ സെറ്റിംഗ്സ് സുഖമായിട്ട് അറിയാൻ പറ്റുന്നൊരു സെറ്റപ്പ് ആണെന്നാണ് അത്. സോ വാൽവ് വരെ പറയുമ്പോഴത്തേക്ക് യു നോ ഹൗ ഗുഡ് ദിസ് ഇസ്. അപ്പോൾ ഇതാണ് എന്താ Ryzen 5000X 7600 ഓസം ഗെയിമിംഗ് PC സെറ്റപ്പ്. ഇനി വി വിൽ ടോക്ക് അബൌട്ട് എ ഫ്യൂ അപ്ഗ്രേഡ്സ്. നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ട്വീക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ ട്വീക്ക് ചെയ്യാം? എനിക്ക് 100% ഉറപ്പാണ് ഞാൻ ഇങ്ങനെയുള്ള സെലപ്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് കുറച്ച് ചേട്ടന്മാരെ സൈഡിൽ കിടക്കുക NVIDIA കാർഡില്ലേ എന്ന് തരുന്നത്. സോ നിങ്ങൾക്ക് NVIDIA കാർഡ് വെക്കണമെങ്കിൽ ഏത് കാർഡ് വെക്കണം ടു ഗെറ്റ് എ സിമിലർ പെർഫോമൻസ്? ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് വെരി ഷുവർ കുറച്ച് ആൾക്കാർ ഉപയോഗിച്ച് എന്നാൽ NVIDIA കാർഡ്. ഓക്കെ, നമ്മൾ ഈ സെയിം സ്പെക്കിനകത്ത് നമ്മളിപ്പോൾ ഒരു RTX 3060 വയ്ക്കുകയാണെങ്കിൽ 4060 5060 അഡ്ജസ്റ്റ് ചെയ്താൽ 4060 5060 വെക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രൈസ് ബ്രാക്കറ്റ് ഫുള്ളി മാറുവാണ്. അഗൈൻ ഇതിൻ്റെ പെർഫോമൻസ് 4060 വളരെ സിമിലറാണ്. സോ 4060 വെക്കേണ്ട ആവശ്യമില്ല. 3060 വെക്കുകയാണെങ്കിലും അഗൈൻ ബിക്കോസ് NVIDIA കാർഡ്സ് കുറച്ച് പ്രൈസ് കൂടും. സോ 3060 പ്രൈസ് ഐ തിങ്ക് ഏറ്റവും ചീപ്പറായിട്ട് നമുക്ക് കിട്ടുന്നത് 26,000 rupees 3060 കിടപ്പുണ്ട്. ഒരു 3060 തന്നെയാണോ? സോ ഒരു 3060 കിടപ്പുണ്ട്. 26,000 rupees കിടപ്പുണ്ട്. ഇത് കാർഡിലേക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോട്ടൽ പ്രൈസ് കംസ് ടു നമ്മൾ RX കാർഡ് മാറ്റിയിട്ട് 3060 വെക്കുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ പ്രൈസ് കംസ് ടു 80,000 rupees. സോ അണ്ടർ 80,000 എന്നുള്ള സ്വപ്നം പറ്റത്തില്ല, 80,000 ആവും. സോ നിങ്ങൾക്ക് 3060 അങ്ങനെ വെക്കണം വാങ്ങുകയാണെങ്കിൽ യു ക്യാൻ ഓഫർ ദറ്റ് കാർഡ് 80,000 rupees പേ ചെയ്യാം. പക്ഷേ ലെറ്റ് മീ ടെൽ യു പെർഫോമൻസ് വൈസ് എനിക്ക് പെർഫോമൻസ് ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഒന്നും തോന്നുന്നില്ല. ഐ നോ ഇറ്റ് ഈസ് 12 GB VRAM. സോ നിങ്ങൾ ചിലപ്പം ഒരു ഹയർ 3D മോഡൽസ് ലോഡ് ചെയ്യുന്നൊരു മൈനാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ യു. പക്ഷേ 7000 പെർഫോമൻസ് 4060 വളരെ സിമ്പിളായിട്ടും 4060 3060 വളരെ അടുത്ത് പെർഫോമൻസിങ് കാർഡായിട്ട് ഈ ഒരു എക്സ്ട്രാ പൈസ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ പെർഫോമൻസ് നോൺ നെസർലി കിട്ടുന്നില്ല. പക്ഷേ NVIDIA കിട്ടിയേ പറ്റുള്ളൂ. NVIDIA എന്നുള്ള ഓഫ് ഇമ്പോർട്ടൻ്റ് ആണ്. NVIDIA വേണം എന്ന് കറിയുവാണെങ്കിൽ ദിസ് വാട്ട് യു കൻ ഡു. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അണ്ടർ 1 lakh ഇത് കംപ്ലീറ്റ് സെറ്റപ്പ് ആണെങ്കിൽ യു കൻ പെയർ വിത്ത് ഗുഡ് മോണിറ്ററിന് വേണ്ടി നമുക്കൊരു 165 Hz ഗെയിമിംഗ് മോണിറ്ററോട് വെച്ച് പെയർ ചെയ്യാം. 165 Hz ഗെയിമിംഗ് മോണിറ്റർ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് MSIയുടെ 25 inch ഗെയിമിംഗ് മോണിറ്റർ വെച്ചാൽ ഒരു 9,000 rupeesനകത്ത് ആ പണി അവിടെ സെറ്റ് ആവും. അല്ലെങ്കിൽ കുറച്ചുകൂടി ഫണ്ട് പേസ് ചെയ്യാമെങ്കിൽ LGയുടെ അൾട്രാ കെയറിൻ്റെ മോട്ടറുണ്ട് ഫോർ 10,499. ഡിഫറൻസ് വന്നുതരാം. ഇതിന് രണ്ട് റിഫ്രഷ് റേറ്റ്സ് ഒക്കെ വളരെ സിമ്പിളാണ്. LGയുടെ പാനൽ MSIയുടെ പാനൽ കുറച്ചുകൂടി വൈബ്രൻ്റ് ആണ്. ഓക്കെ, സോ ആ ഒരു യൂസ്. പിന്നെ LGയുടെ മോട്ടർ അത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കിട്ടും. MSIയുടെ ടിൽറ്റ് ആയിരിക്കും ഉള്ളത്. സോ ഡിപ്പെൻഡിങ് ഓൺ യുവർ ബഡ്ജറ്റ്. പേഴ്സണലി എൻ്റെ ചോദിച്ചാൽ ഐ വിൽ ഗോ ഫോർ ദി LG1. കാര്യം കുറച്ചുകൂടെ നൈസർ മോണിറ്ററാണ് LGയുടെ.
ഈ ഈ അൾട്രാഗിയർ സീരീസ് ആണെങ്കിൽ മെയിൻലി ബിക്കോസ് അത് നമുക്ക് കാർഡിലായിരിക്കും. സോ ഒന്ന് പറയാനോ, ഇതാണ് ഒരു അൾട്രാഗിയർ. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ലൈക്ക് നൈസർ മോട്ടറാണ്. ഓൾസോ ഞാൻ MSIയുടെ പാനൽസ് ബാഡാന്ന് പറയുമ്പോൾ ഇതിൻ്റെ പാനൽസ് വളരെ ഡീസൻ്റാണ്. പക്ഷേ ഇതിനകത്ത് ഡീസൻ്റ് കൊണ്ട് അതേപോലെ തന്നെ ആ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു സ്റ്റേഡി സ്റ്റാൻഡ് വരുന്നതുകൊണ്ട് മോട്ടർ ഓവറോൾ ഗെയിമിംഗ് സെറ്റപ്പ് കാണാൻ കുറച്ചുകൂടെ നൈസായിരിക്കും. ഓക്കെ, ആൻഡ് ഇനി ഒരു കീബോർഡ് മൗസ് കോംബോയ്ക്ക് ഓക്കെ ഇപ്പോൾ മെക്കാനിക്കൽ കീബോർഡ് മൗസ് കോംബോ നിങ്ങൾക്ക് പല പ്രൈസിനകത്ത് കിട്ടും. ദി ആൻറ്റിസ്പോർട്ട് തണ്ട് 30 ഒരു കീബോർഡ് ഉണ്ട്. ഇത് ഭയങ്കര മോസ്റ്റ് ഫ്രണ്ട്ലിയാണ്. 1800-നകത്ത് നിങ്ങൾക്ക് മെക്കാനിക്കൽ കീബോർഡ് മൗസ് കിട്ടും. അത് ഇതിൻ്റെ മസ്റ്റാണെങ്കിൽ ആഡ് ചെയ്തു. ഇത് വോട്ട് റെക്കമെൻഡ്. സോ ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ടോട്ടൽ ബിൽ കംസ് അപ്പ് ടു 92,000 വരുന്നത്. 90,000 ഇത് 3060 വെച്ചിട്ടാണ്. 3060 വെച്ചാൽ നിങ്ങൾക്ക് 92,000 കിട്ടും. സോ 3060 വെക്കുകയാണെങ്കിൽ 92,000 RXൻ്റെ നമ്മുടെ 70 കംസർ വെക്കുകയാണെങ്കിൽ 90,000 നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് റെഡിയാക്കാം. സോ ഈ പ്രൈസ് കൂടിയിരിക്കുന്ന സമയത്ത് 1 lakh റെഡിയാക്കി എന്ത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ദിസ് ഇസ് മൈ ആൻസർ ടു യു. 1 lakh റെഡിയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലപോലെ ഇപ്പോൾ ഗെയിമിങ്ങും സ്ട്രീമിങ്ങും എല്ലാം ചെയ്യാൻ പറ്റും. ആൻഡ് വി ഡിസ്കസ് അപ്ഗ്രേഡ് ഓപ്ഷൻസ്. പിന്നെ ഈ കറണ്ട് മദർബോർഡിനകത്ത് നിങ്ങൾക്ക് മാക്സിമം Ryzen 9 5950X വരെ പോകാൻ പറ്റും. ആൻഡ് ഇന്നത്തെ റാമും നിങ്ങൾക്ക് അപ് ടു 128 GB റാം പോകാൻ പറ്റും. പക്ഷേ അത്രയും പോകണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മിക്കവാറും വീഡിയോ കിട്ടിയിട്ട് വരും. അത്രയും എക്സ്പെൻസീവ് ആണ് റാപ്സ്. സോ ഇതായിരുന്നു ഈ 2026 നിങ്ങൾ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് PC എടുക്കണം എന്നൊരു ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ദിസ് ദ PC യു ഗെറ്റ്. 3060 വെച്ചെടുക്കുമ്പോൾ ഞാൻ പറയില്ല, 70 കംസർ ആയിരിക്കും വോട്ട് ഐ പ്രിഫർ. പക്ഷേ ഇഫ് യു ആർ വീഡിയോ ഫാൻ ബോയ് 3060 വെച്ചും എടുക്കാം. എന്നാലും ഇപ്പോൾ നിങ്ങൾ റഫ് ഐഡിയ കിട്ടി അണ്ടർ 90, ഇപ്പോൾ ഇത് 90,000 ഇരിക്കുകയാണ്. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് അണ്ടർ 95,000 റുപ്പീസിനകത്ത് പക്ക സോളിഡ് PC വേണം ടു യൂസ് ഓൾ ദ വേ ത്രൂ 2026 2027 നിങ്ങൾക്ക് പോകുന്ന ഒരു അടിപൊളി PC വേണമെങ്കിൽ ദിസ് ഇസ് ദ PC ഐ റെക്കമെൻഡ് ടു ഗെറ്റിംഗ്. ഓക്കെ, ആൻഡ് നിങ്ങൾ കുറച്ച് പേര് ഇപ്പോൾ ഫ്യൂച്ചർ പ്രൂഫ് പറയുമ്പോൾ ഇപ്പോൾ ഫ്യൂച്ചറേ നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫ്യൂച്ചർ പ്രൂഫിനായിട്ട് ആലോചിക്കുന്നത്. സോ തൽക്കാലം ഒത്തിരി ഫ്യൂച്ചർ പ്രൂഫിനെ പറ്റി ആലോചിക്കാതെ നല്ല പെർഫോമൻസ് ഉള്ള PCയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് നല്ല പെർഫോമൻസ് ഉള്ള PC. On that note, guys, if you love what you hear, make sure you follow us on Instagram. Our Instagram is Grigs Official. That's GRIGS45CIAL. And if you love what we do, video കാണുന്നുണ്ട്. And if you are not subscribed, make sure you subscribe to our YouTube channel. Our YouTube family is going strong. And I cannot believe it, guys. കഴിഞ്ഞ 22 ദിവസങ്ങൾ 90,000 views. എന്താണ് guys? Thank you for the support. Okay, we love the support you're showing. അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ ഈ അപ്ലോഡിങ് സ്ട്രോങ്ലി. സോ താങ്ക്സ് എ ലോട്ട് ഫോർ സപ്പോർട്ട്. ആൻഡ് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇഫ് യു വാണ്ട് എ കസ്റ്റം PC, നിങ്ങൾക്ക് ഒരു ഹൈ എൻഡ് PC, ഒരു വർക്ക് സ്റ്റേഷൻ, ഒരു വർക്ക് സ്റ്റേഷൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും മേക്ക് ഷുവർ യു ഹിറ്റ് us up. We are your awesome, highly trained, highly skilled and highly knowledgeable PC Zingros. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് ഹൈ എൻഡ് PC ആണെങ്കിലും സെറ്റപ്പ് ചെയ്ത് തരാൻ പറ്റും. ആൻഡ് നമ്മൾ കേരളത്തിൽ മാത്രമല്ല, വി ഷിപ്പ് ഓൾ ഓവർ ഇന്ത്യ. So we've shipped PCs all the way from Jammu and Kashmir all the way to Kerala. എല്ലാവർക്കും PC ഷിപ്പ് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്താണെങ്കിൽ you can come straight to our office. We're located on the Thiruvallam Kovalam bypass. നിങ്ങൾ എന്ത് ഹൈ PC നീഡ്സ് ആണെങ്കിലും we are there for you. On that note, I will see you in the next one. Till then, this is me saying, cricket baby, and peace.